ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച വിവരം നമ്മുടെ മലയാളി പ്രേക്ഷകർ അറിഞ്ഞിരിക്കുമല്ലോ. സാധാരണക്കാരുടെ വിയർപ്പിൻ്റെ ഫലം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം ഗെയിമുകൾ ഒരു ദിവസം തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനും നഷ്ടമായിക്കൊണ്ടിരുന്നത്. ഈ നഷ്ടമാകുന്ന തുക പുറത്തു പറയാൻ പോലും കഴിയാതെ, ഒന്ന് പരാതിപ്പെടാൻ പോലും കഴിയാത്ത വിധം വളരെ ബുദ്ധിപൂർവ്വം ടെക്നോളജിക്കൽ പരമായി 10 രൂപ എറിഞ്ഞു കൊടുത്ത് 1000 രൂപ കൊള്ളയടിക്കുന്ന വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരക്കാർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. ഈ ഗെയിമുകൾ നിരോധിക്കുന്നതോടുകൂടി തന്നെ ഇത് സാധാരണക്കാരെ അപകടത്തിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കുക എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിന് ഈ യുവാക്കളുടെ അധ്വാനത്തിൻ്റെ ഫലം ഒരു മുതൽക്കൂട്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇതുപോലെ ഇനിയും ഫ്രോഡ് ഗെയിമുകളും ഓൺലൈൻ ഗെയിമുകളും ക്യാഷ് ഫ്രീ ഗെയിമുകളും വാഗ്ദാന ഗെയിമുകളൊക്കെ വരുമ്പോൾ അവരെ ശിക്ഷിക്കാനുള്ള നിയമങ്ങളും കൂടെ ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധാരണക്കാരനെ കണ്ടു മനസ്സിലാക്കുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇതിന് മുൻകൈ എടുത്ത കേന്ദ്ര സർക്കാരിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതുവഴി നഷ്ടപ്പെട്ടവർക്ക് ആ കാശ് തിരിച്ചെടുത്തു കൊടുക്കാനുള്ള നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കണം. അതുപോലെ തന്നെ അവർക്കൊക്കെ ഇതൊരു സാധാരണ കുടുംബങ്ങൾക്ക് ഇത് വളരെ ആശ്വാസം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്നാൽ ഇവിടെ എല്ലാ യൂട്യൂബ് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ യൂട്യൂബ് ചാനലുകളിലുള്ള അവരെ വാർത്താ ചാനലിലൊക്കെ ഈ വാർത്ത വന്നപ്പോഴും ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാളത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ വന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായത്. പുതിയ ഓൺലൈൻ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബില്ല് 2025 അനുസരിച്ച് ഇതിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ, നിയമം ലംഘിക്കുന്ന ആൾക്കാർക്ക് 3 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും, ഇതിൽ ഓൺലൈൻ പ്രചാരണങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് 25 ലക്ഷം രൂപയും 2 വർഷത്തെ തടവുമാണ് വിധിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 20,000 കോടി രൂപയുടെ മാസ വരുമാനം ഇന്ത്യക്ക് GST ആയിട്ട് നൽകിക്കൊണ്ടിരുന്നതും അതേസമയം തന്നെ $1.98 ബില്യൺ നഷ്ടം ഉണ്ടാകുന്നതാണെങ്കിലും ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിനും അതുപോലെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കുടുംബത്തെ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് നടപ്പിലാക്കുന്നത്. അത് എത്രത്തോളം പ്രേക്ഷകരിൽ എത്തുമോ അത്രത്തോളം അത് ഒരു നല്ല കാര്യമായി തോന്നി. അത് എല്ലാവരും സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.